നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ലോകം വാരാന്ത്യത്തോടടുക്കുമ്പോൾ സംസ്ഥാനം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലാണ്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനവും തർക്കവും അതിൻ്റെ സമവായവും ഒക്കെയായി നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ അറസ്റ്റിൽ പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അത്തരത്തിൽ ദേശീയവും അന്തർദേശീയവും ലോക്കലുമായിട്ടുള്ള നിരവധി വാർത്തകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയൊരു വാർത്താ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ബ്രസീലിലെ ബെലേമിൽ UN കാലാവസ്ഥാ ഉച്ചകോടി വേദിയിൽ വൻ തീപിടുത്തം. സ്ഥലത്തുനിന്ന് ഉച്ചകോടി പ്രതിനിധികളെ ഒഴിപ്പിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതർ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനായി ഇന്ന് SIT കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കേസിൽ അന്വേഷണ സംഘം തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. അറസ്റ്റിലായ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിൽ SIT. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച. ഇതുവരെ കിട്ടിയത് 95,369 പത്രികകൾ. പ്രചാരണം കൊഴുപ്പിച്ച് വിവിധ മുന്നണികൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഹർജി സമർപ്പിച്ചത് മുസ്ലിം ലീഗും CPIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റിന് നാളെ തുടക്കം. മത്സരം ഗുവാഹത്തിയിൽ. കൊൽക്കത്തയിൽ തോറ്റ ഇന്ത്യക്ക് ജയം അനിവാര്യം. പരിക്കേറ്റ ഗില്ലിന് പകരം ഋഷഭ് പന്ത് ടീമിനെ നയിക്കും.